PSG ഓരോ ട്രോഫികൾ ജയിക്കുമ്പോഴും അതേപോലെ തന്നെ ഓരോ ഫൈനലിലേക്ക് പ്രവേശിക്കുമ്പോഴും എംബാപ്പെ എന്ന് പറയുന്ന മനുഷ്യന് കിടക്കപ്പുറതിയില്ല. എംബാപ്പെ PSG ഉണ്ടായിരുന്ന സമയം നമുക്കെല്ലാവർക്കും അറിയാം. പല മഹാന്മാരും എംബാപ്പയെ ഉപദേശിക്കുമായിരുന്നു, നീ ഇവിടെ നിന്നാൽ പോരാ, നീ ഇവിടെ നിൽക്കേണ്ട മനുഷ്യനല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ അക്കൗണ്ട് നിറഞ്ഞ് പൈസയൊക്കെ കിട്ടിയെന്നിരിക്കും, പക്ഷേ നിൻ്റെ ട്രോഫി ക്യാബിനറ്റ് ശൂന്യം ആയിരിക്കും എന്ന് പലരും എംബാപ്പയെ ഉപദേശിച്ചു. അതനുസരിച്ച് എംബാപ്പെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് റയൽ മാഡ്രിഡിൽ പോയി. അപ്പം അങ്ങനെ ഇവിടുന്ന് റയലിലേക്ക് എംബാപ്പെ പോയപ്പോഴത്തേനും PSG രക്ഷപ്പെട്ടു, റയൽ. എന്നിരുന്നാലും നിങ്ങൾ എംബാപ്പയെ നോക്കിക്കോ, ഈ ഒരു സീസൺ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തതാരാ? കിലിയൻ എംബാപ്പെ 15 ഗോളുമായിട്ട് ആ ഒരു ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കാൻ, ഓൾമോസ്റ്റ് ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കാൻ പോകുന്ന മനുഷ്യൻ കിലിയൻ എംബാപ്പയാണ്. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മൾ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മിനിറ്റിൽ തന്നെ PSG ആക്രമണം അഴിച്ചുവിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നു, 1-0 മുന്നിൽ വരുന്നു. ഓവറോൾ ഗോൾ സ്കോറിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4-6, 2 ഗോളിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് PSG-ക്ക് 3-ാമത്തെ മിനിറ്റിനുള്ളിൽ തന്നെ കൈവരിക്കുന്നു. ലൂയിസ് എൻറിക്കെ, ലുച്ചോ പറയുന്നു, മക്കളെ നമ്മുടെ അപ്രോച്ചിൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ വരുത്തുന്നു. എൻഡ് ടു എൻഡ് ഫുട്ബോൾ അല്ലെങ്കിൽ ഓവർ അറ്റാക്കിങ്ങിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ഫസ്റ്റ് ലെഗിൽ നമ്മൾ കണ്ടതാണ് ബയൻ്റെ ആ ഒരു അറ്റാക്കിംഗ് ക്വാളിറ്റി, അവരുടെ ആ ഒരു അഗ്രഷൻ. അതും നമ്മുടെ ഹോമായിട്ടുള്ള പാർക്ക് ദേ ഫ്രാൻസിൽ വന്നിട്ട് ഈ ബയൺ ആ ഒരു തിരിച്ചുവരവ് നടത്തിയെങ്കിൽ ഇവിടെ അലിയാൻസ് അരീനയിൽ നമ്മൾ തീക്കളിക്ക് നിന്ന് കൊടുക്കരുത്, നമ്മൾ ഡിഫൻസ് ഫസ്റ്റ് എന്നുള്ള ആ ഒരു അപ്രോച്ചിലേക്ക് നമ്മുടെ ടാക്ടിക്സ് മാറ്റുന്നു. അങ്ങനെ PSG ഡിഫൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. ബയൺ തുടർച്ചയായിട്ട് പൊസഷൻ കൈവശം വെക്കുന്നു, അറ്റാക്കിലേക്ക് പോകുന്നു. അപ്പം കിട്ടുന്ന ചാൻസസിൽ ട്രാൻസിഷനിൽ ബയണിനെ ഹിറ്റ് ചെയ്യുക, ഇതായിരുന്നു PSG-യുടെ ടാക്ടിക്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ബയൺ മ്യൂണിച്ച് അവരുടെ കൂടുതൽ അറ്റാക്സും നടത്തുന്നത് ഈ ഒരു വിങ് വഴിയാണ്. 2 വിങ്, ഒലീസയുടെ സൈഡ് അതുപോലെ തന്നെ ലൂയിസ് ഡിയാസിൻ്റെ സൈഡ്. പ്രത്യേകിച്ച് നമ്മൾ ഒലീസയുടെ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒലീസയുടെ സൈഡിൽ PSG വേഴ്സസ് ബയൺ നോക്കുകയാണെങ്കിൽ 1v1 വരുന്നത് ഒലീസ വേഴ്സസ് ന്യൂനോ മെൻഡസ് ആണ്. അപ്പം ഒലീസ വേഴ്സസ് ന്യൂനോ മെൻഡസിൻ്റെ കാര്യത്തിലും അവർക്ക് ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ ആ ഒരു ബയൺ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. കാരണം ന്യൂനോ മെൻഡസിന് കാർഡ് കിട്ടുന്നു ഒലീസ ഫൗൾ ചെയ്തതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഗെയിം കയ്യിൽ നിന്ന് വിട്ടുപോകും. ഒലീസെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും, ടേക്ക് ഓൺസ് നടത്തും, ഈ ഒരു ന്യൂനോ മെൻഡസിനെ നല്ല രീതിയിൽ പ്രഷറിലേക്ക് തള്ളിവിടും, അടുത്ത കാർഡ് മേടിച്ച് കൊടുക്കും, അങ്ങനെ ഗെയിം സീലാക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് ബയണിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ന്യൂനോ മെൻഡസിൻ്റെ കാർഡെന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു. 28ാമത്തെ മിനിറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഹാൻഡ് ബോൾ ഷൗട്ട് ന്യൂനോ മെൻഡസിനെതിരെ വരുന്നുണ്ട്. ആ സമയത്ത് എങ്ങാനും റഫറി ആ ഒരു റെഡ് കാർഡ് എടുത്ത് വീശിയിരുന്നെങ്കിൽ മാച്ച് അവിടെ തീർന്നേനെ, ബയൺ കയറി മേഞ്ഞേനെ ശരിക്കും. അപ്പുറത്തെ സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലൂയിസ് ഡിയാസിൻ്റെ സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയും ലൂയിസ് ഡിയാസ് വേഴ്സസ് സായറ എംറി, ആ ഒരു ഹക്കീമി ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ സായറ എംറിയാണ് അവിടെ കളിച്ചത്. അപ്പോൾ ആ ഒരു സൈഡിലും ബയൺ ആ ഒരു അഡ്വാൻറ്റേജ്, സായറ എംറി പോണക്കത്തൊരു പ്ലെയർ അവിടെ ഫുൾ ബാക്കായിട്ട് കളിക്കുമ്പോഴത്തേനും അതിനെതിരെയുള്ള ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ ബയണിന് അല്ലെങ്കിൽ ലൂയിസ് ഡിയാസിന് പറ്റിയിട്ടില്ല. ടേക്ക് ഓൺസ് ഒക്കെ എത്ര പ്രാവശ്യം നടത്തി, തുടക്കത്തിൽ 1-2 ടേക്ക് ഓൺസ് നടത്തിയതൊഴികെ നല്ല രീതിയിൽ ടേക്ക് ഓൺസ് നടത്താൻ ലൂയിസ് ഡിയാസിന് പറ്റിയിട്ടില്ല. PSG-യുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ ആസ് എ ടീം അവർ ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ ഒലീസയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ന്യൂനോ മെൻഡസിനെ ഹെൽപ്പ് ചെയ്യാൻ ക്വാരറ്റ്സ്കേലിയൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നു, ഡിഫൻസിനെ ജോയിൻ ചെയ്യുന്നു, അതേപോലെ തന്നെ ഫാബിയാൻ റോയിസ്. അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സ് അപ്പുറത്താണെങ്കിൽ ജാവോ നെവസോ. അതുകൊണ്ട് തന്നെ PSG-യുടെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ ബയൺ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. എന്നിട്ടും ബയണിൻ്റെ ആ ഒരു ക്വാളിറ്റി വെച്ചുകൊണ്ട് അവർ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു, ഷോട്ട്സൊക്കെ എടുത്തു. ഒലീസ ആയാലും അതേപോലെ തന്നെ ലൂയിസ് ഡിയാസൊക്കെ ഷോട്ടുകൾ എടുക്കുന്നു, മൂസിയാലയ്ക്ക് നല്ല ചാൻസ് ക്രിയേറ്റ് ആയി കിട്ടുന്നു. പക്ഷേ ഫൈനൽ തേർഡിൽ അവർക്ക് ആ ഒരു ഫിനിഷിങ്, ആ ഒരു ക്ലിനിക്കൽനെസ് അവർ കൈവിടുന്നു. അവർക്ക് മര്യാദയ്ക്ക് അവർക്ക് കിട്ടുന്ന ചാൻസസ് ഫിനിഷ് ചെയ്യാൻ ബയൺ മ്യൂണിച്ച് മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ അവർ ഗെയിമിൽ പുറകോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു ഗോൾ ലാസ്റ്റ് എക്സ്ട്രാ ടൈമിൽ 90+4 മിനിറ്റിൽ ഹാരി കെയ്ൻ ആ ഒരു ഗോൾ അടിച്ച് 1-1 ആക്കുന്നുണ്ടല്ലോ. പക്ഷെ ആ ഒരു ഗോൾ കുറച്ചുകൂടെ മുന്നേ വന്നിരുന്നെങ്കിൽ കളിയുടെ ഗതി തന്നെ മാറിയേനെ. ഈ രീതിയിലൊന്നും
ഈ രീതിയിലൊന്നും ആകത്തില്ലായിരുന്നു മത്സരം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിഫെൻസീവ് അപ്രോച്ച് നല്ല രീതിയിൽ ഈ ഒരു മത്സരത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ശരിക്കും പറഞ്ഞാൽ ലൂയിസ് എൻറിക്കയ്ക്കും PSG-ക്കും തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡിഫെൻസീവ് ഫസ്റ്റ് അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ ഡിഫെൻസീവ് മൈൻഡായിട്ട് തന്നെയാണ് ഈ ഒരു മത്സരം ജയിച്ചത് കൊണ്ടൊക്കെ തന്നെ ആണ് പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് ഡിഫൻഡറായിട്ടുള്ള പാച്ചോയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാച്ചോ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ടാക്കിൾസ് നടത്തിയതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്ലിയറൻസസ് നടത്തിയതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലോക്സ് നടത്തിയതും ഒക്കെ. നമ്മൾ ആ ഒരു പാച്ചോടെ ഗെയിം നോക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യവും സെൻട്രലി മിഡ്ഫീൽഡിനെയൊക്കെ ഭേദിച്ചു കൊണ്ട് വരുന്ന ബയൺ അറ്റാക്കിനെയൊക്കെ ഡിഫെൻസീവ് ലൈനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് അഗ്രസീവായിട്ട് വന്നിട്ട് മിഡ്ഫീൽഡിലോട്ടൊക്കെ ജമ്പ് ചെയ്ത് അഗ്രസീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതും ടാക്കിൾസ് നടത്തുന്നതും ബോൾ പൊസഷൻ വിൻ ചെയ്യുന്നതും അവരുടെ ആ ഒരു ഗെയിമിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അറ്റാക്കിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടു. അന്നേരം തന്നെ എൻ്റെ ചോയ്സുകൾ ഒന്നിൽ ഈ ഒരു മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ഒന്നുകിൽ പാച്ചോ അല്ലെങ്കിൽ ക്വാരറ്റ്സ്കേലിയ, ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പാച്ചോയ്ക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പം തന്നെ നമ്മൾ ക്വാരറ്റ്സ്കേലിയ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഈ ഒരു മത്സരത്തിൽ ക്വാരറ്റ്സ്കേലിയയുടെ സ്റ്റാറ്റ്സ്, മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഷോട്ട് അറ്റംപ്റ്റ്സ് നടത്തി 5 ഷോട്ട് അറ്റംപ്റ്റ്സ്, 2 ഷോട്ട് ഓൺ ടാർഗറ്റ്, അതും മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഷോട്ട് ഓൺ ടാർഗറ്റ് നടത്തിയതും ക്വാരറ്റ്സ്കേലിയ, ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തതും ക്വാരറ്റ്സ്കേലിയ, 4 ചാൻസ് ക്രിയേറ്റ് ചെയ്ത, ഏറ്റവും കൂടുതൽ അസിസ്റ്റ്, 1 അസിസ്റ്റ്, ഏറ്റവും കൂടുതൽ ഡ്രിബിൾസ് കംപ്ലീറ്റഡ് 6 ഡ്രിബിൾസ്, അതുപോലെ തന്നെ ഡിഫെൻസീവ് ആക്ഷൻസ് 5, ഫൗൾസ് 1, 2. എന്തുകൊണ്ടും PSG-യിൽ എംബാപ്പെ റീപ്ലേസ് ചെയ്ത് വന്ന പ്ലെയർ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, PSG അവതരിപ്പിക്കുന്നു ക്വിച്ച ക്വാരറ്റ്സ്കേലിയ. ഈ ഒരു എംബാപ്പയ്ക്ക് എന്തുകൊണ്ടും ഒരു അപ്ഗ്രേഡ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന പ്ലെയറാണ് ക്വിച്ച ക്വാരറ്റ്സ്കേലിയ. ആ ഒരു ഗോൾസിൻ്റെ എണ്ണത്തിൽ മാത്രമേ എംബാപ്പയുടെ പുറകിൽ ക്വാരറ്റ്സ്കേലിയ നിൽക്കുന്നുള്ളൂ. ബാക്കി ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ, അസിസ്റ്റിൻ്റെ കാര്യത്തിൽ, ഓവറോൾ ആ ഒരു പ്ലെയർ മെൻറ്റാലിറ്റിയുടെ കാര്യത്തിൽ ഒക്കെ എംബാപ്പയെക്കാളും ഫാർ മുന്നിലാണ് ക്വിച്ച ക്വാരറ്റ്സ്കേലിയ. മത്സരത്തിൽ ബയൺ ഫാൻസിനെയൊക്കെ ചൊടിപ്പിച്ച ഒരു മൊമെൻറ്റ്, PSG-യുടെ ബോക്സിനുള്ളിൽ ബയണിൻ്റെ അറ്റാക്കിനെ ക്ലിയർ ചെയ്തുകൊണ്ട് വിറ്റീഞ്ഞയുടെ ആ ഒരു ക്ലിയറൻസ്, ജാവോ നെവസിൻ്റെ കയ്യിൽ കൊള്ളുന്നു, ഹാൻഡ് ബോൾ ഷൗട്ട്, ആകപ്പാടെ ബഹളം, PSG ഫാൻസ് എക്സൈറ്റഡ് ആകുന്നു, അവരുടെ കോച്ച്, കളിക്കാർ എല്ലാവരും റഫറിക്കെതിരെ തിരിയുന്നു, ഫൗളുകൾ വേണം അല്ലെങ്കിൽ റെഡ് കാർഡ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. പക്ഷേ റെഡ് കാർഡ് കിട്ടുന്നില്ല. അപ്പോൾ അതൊരു കോൺട്രവേഴ്ഷ്യൽ മൊമെൻ്റായിട്ടാണ് പല ബയൺ ഫാൻസും കാണുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം സ്വന്തം ടീമിലെ പ്ലെയറാണ് ഷോട്ട് എടുത്തതും സ്വന്തം ടീമിലെ പ്ലെയറിൻ്റെ കയ്യിലാണ് ആ ഒരു ഷോട്ട് കൊണ്ട് ഹിറ്റായത്. അപ്പം അതുകൊണ്ട് സ്വന്തം പ്ലെയറിൻ്റെ ഇടയിലാണ്, സ്വന്തം ടീമിലെ പ്ലെയേഴ്സിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു റെഡ് കാർഡ് അവിടെ വീശാഞ്ഞത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതിപ്പം ബയണിൻ്റെ പ്ലെയറാണ് ഷോട്ട് എടുക്കുന്നത്, ജാവോ നെവസിൻ്റെ കയ്യിൽ കൊള്ളുന്നു, അങ്ങനാണെങ്കിൽ ചിലപ്പം റെഡ് കാർഡ് ജാവോ നെവസിന് കിട്ടിയേനെ. അപ്പം അതും ആ ഒരു ഷോട്ട് നോക്കിയാലും ഒരിക്കലും ഗോളിലേക്കുള്ള ഒരു ഷോട്ടും അല്ല. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ജാവോ നെവസിന് ആ ഒരു റെഡ് കാർഡ് കിട്ടാതെ പുള്ളി രക്ഷപ്പെട്ടത്. അപ്പം മത്സരം ഏതായാലും PSG ജയിക്കുന്നു, PSG ഫൈനലിലെത്തുന്നു. ലുച്ചോയെ സംബന്ധിച്ച് തുടർച്ചയായ 2ാമത്തെ ഫൈനൽ. അപ്പം നമ്മൾ ഫൈനലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2 സ്പാനിഷ് കോച്ചുകൾ നയിക്കുന്ന ടീമുകളാണ് ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്, PSG വേഴ്സസ് ആർസണൽ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈലി അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ടീമും ഹൈലി ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള വേറൊരു ടീമും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. മത്സരത്തിൽ PSG എന്താണേലും തുടക്കത്തിൽ തന്നെ ഗോളുകൾ സ്കോർ ചെയ്ത് ആർസണലിനെ പ്രഷറിലേക്ക് കൊണ്ടുവരാനും ആർസണലിനെ ഷെല്ലിൽ നിന്നും പുറത്തേക്ക് വരുത്താനും ഒക്കെ PSG ശ്രമിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ആർസണലിൻ്റെ ഭാഗത്തും നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ആർസണൽ എനിക്കറിയാം, ആർട്ടേറ്റ PSG-യുടെ വീക്ക്നെസ് ആയിട്ടുള്ള ആ ഒരു സെറ്റ് പീസസ്, ക്രോസസ് ഇൻ ടു ദ ബോക്സ്, നല്ല രീതിയിൽ ക്രോസസിൻ്റെ ബഹളമായിരിക്കും PSG-യുടെ ബോക്സസിലേക്ക്. അങ്ങനെ കൂടുതൽ അറ്റാക്സ് നടത്താനും PSG-യുടെ ആ ഒരു വീക്ക്നെസ്സിനെ ഡോമിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ മുതലെടുക്കാനും എന്ത് വില കൊടുത്തും അതിനെ മുതലെടുക്കാനും ആർസണൽ ശ്രമിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നല്ലൊരു ക്ലോസ് ഗെയിം തന്നെ നമുക്ക്
കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം കമൻസ് ആയിട്ട് ഇടാൻ മറ്റൊരു നല്ല വീഡിയോ ഇടണം.